ഹലോ! എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്ന് നല്ലൊരു ഹെയർ കെയറിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ട്ടോ. അപ്പൊ എല്ലാവരും വായോ. അപ്പൊ നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് തന്നെ നല്ലോണം ചെമ്പരത്തി ഇങ്ങനെ പൂത്ത് നിൽക്കാറുണ്ട്. അപ്പൊ ദാ വീട്ടിന്ന് തന്നെ നമ്മൾ പൊട്ടിക്കാണ് ട്ടോ. നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു പാടാണ് ട്ടോ. പാടത്തിന്റെ അരികിൽ ഇതേപോലെ ചെമ്പരത്തി നിൽക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ടും പൊട്ടിക്കാറുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മൈലാഞ്ചിയാണ്. അതും നമ്മുടെ വീടിന്റെ ഉമ്മറത്തുള്ള കാരണം നമുക്ക് പാടത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പാടത്തും ഈ സാധനം നിറയെ നിൽക്കുന്നുണ്ട് ട്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ വീടിന്റെ നാലുപുറത്തുള്ള കാരണം എനിക്ക് എളുപ്പമാണ് ഇങ്ങനെയുള്ള ഹെയർ കെയറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ അവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ചെമ്പരത്തി പൂവും അതേപോലെ തന്നെ കുറച്ച് മൈലാഞ്ചിയുടെ ഇലയാണ് വേണ്ടത്. അപ്പോൾ രണ്ടും കൂടി പൊട്ടിച്ചിട്ട് വല്ല പുഴുവോ എട്ടുകാലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഞാൻ തിണ്ടത്ത് കൊടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും തന്നെ കാണാനില്ല. എന്നാലും നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി. ഇപ്പോൾ നല്ലോണം ചെമ്പരത്തിപ്പൂ കിട്ടാനുണ്ടെങ്കിൽ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന അത്രയും ചെമ്പരത്തിപ്പൂവ് എടുക്കാം. ഇതിപ്പോൾ നമുക്ക് 4ഓ 5ഓ ചെമ്പരത്തിപ്പൂവേ കിട്ടിയിട്ടുള്ളൂ. ഒരു 4, 5 തണ്ട് മൈലാഞ്ചിയുടെ ഇലയും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി പൂവും കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഇല ഊരി ചെമ്പരത്തിപ്പൂവും അതിലേക്കിട്ടു. 2 ഗ്ലാസ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ വീഡിയോസിൽ കൂടുതലും ഇതേപോലെ തിളപ്പിച്ചിട്ടുള്ളതാണ് കാണിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഓരോ സമയത്ത് ഇഷ്ടപ്പെട്ട ഹെയർ കെയറിംഗ് ആണ് ഞാൻ ചെയ്യണത്. ഞാൻ ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ടിൽ നമ്മളൊരു സാധനം ഇടാൻ വിട്ടുപോയി. എന്താണെന്നല്ലേ കരയാൻ പൂവ്. അപ്പോൾ അതൊരു 3 എണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കുറച്ച് ചെമ്പരത്തിപ്പൂവ്, കുറച്ച് മൈലാഞ്ചിയുടെ ഇല, പിന്നെ നമ്മുടെ കരയാമ്പൂ. ഈ 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ 2 ഗ്ലാസ് വെള്ളവും. അപ്പോൾ ഈ 2 ഗ്ലാസ് വെള്ളം ഒന്ന് വറ്റണ വരെ ഒരു 10 മിനിറ്റോളം നിങ്ങളിട്ട് തിളപ്പിച്ചോളൂ ട്ടോ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതേപോലെ നല്ല ചുവന്ന വെള്ളം കിട്ടും. അപ്പോൾ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാവുമല്ലേ? ഞാൻ പറഞ്ഞുതരാം. താരൻ പോവാനും, മുടി കൊഴിച്ചിലിനും, മുടി നല്ല സോഫ്റ്റ് ആവാനും, മുടി പൊട്ടിപ്പോവാതിരിക്കാനും. പൊട്ടിപ്പോയ മുടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കട്ട് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. പക്ഷെ പൊട്ടൽ വരാതിരിക്കാൻ നമ്മളെ ഈ ഒരു സാധനം സഹായിക്കും. പിന്നെ നമ്മളെ ബേബി ഹെയർസിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി സഹായിക്കും. മുടി ചെമ്പിക്കുന്നുണ്ടെങ്കിൽ അത് കറുക്കാൻ വേണ്ടി നമ്മളത് സഹായിക്കും. ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. പിന്നെ നിര വരാതിരിക്കാനൊക്കെ നമ്മളെ സഹായിക്കും ട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഗുണകരമായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ ഹെയർ കെയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് തന്നെ തലയിൽ തേക്കുകയാണെങ്കിലും അതിന് മുന്നേ ആയിട്ട് നമ്മൾ തലയുടെ ഓട്ടിൽ നന്നായിട്ട് എണ്ണയൊക്കെ തൊട്ട് പുരട്ടി കൊടുക്കുക. അതേപോലെ തന്നെ മുടിയിലും എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കണേക്ക് മുന്നേ മുടി നല്ല ചീകി വൃത്തിയാക്കി വെക്കണം. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അറിയാത്തവർ എൻ്റെ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്ടോ. അപ്പോൾ ദാ എണ്ണയൊക്കെ നന്നായി തൊട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. മുടിയുടെ തുമ്പത്തോട്ടും അതേപോലെ തന്നെ തലയുടെ ഓട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10, 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സാധനം ഇല്ലേ അതിപ്പോൾ ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് ഒരു 10, 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം പിഴിഞ്ഞ് അതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ചണ്ടി കളഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം നമുക്ക് തലയുടെ ഓട്ടിൽ തേച്ച് പിടിപ്പിക്കാം. കണ്ടോ? ഈ ഒരു ചണ്ടി നമുക്ക് ആവശ്യമില്ല. അതങ്ങട് കളയാം. എന്നിട്ട് ഇതേപോലെ നല്ല ചുവന്ന ഒരു കൊഴുത്ത വെള്ളം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾക്കിത് ചെയ്യാം. ഷാമ്പു ഇടുന്ന ദിവസവും ചെയ്യാം. ഷാമ്പു ഇടാത്ത ദിവസവും ചെയ്യാം. കുട്ടികൾക്കും നിങ്ങൾക്കിത് തേച്ച് കൊടുക്കാം. ഞാനിവിടെ കുട്ടിപ്പായ്ക്കൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്. മൈലാഞ്ചി എന്ന് പറയുമ്പോൾ അതൊരു പഴമയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു സാധനമാണ് അല്ലേ? പണ്ട് മലയ്ക്ക് പോകുന്ന സമയത്ത് 2 നേരം കുളി കാരണം എൻ്റെ മുടിയിൽ നിറയെ കായ വന്നു. അപ്പോൾ എനിക്ക് മൈലാഞ്ചി അരച്ചിട്ട് അമ്മ തലയിൽ എണ്ണയൊക്കെ തൊട്ട് പറ്റിയതിന് ശേഷം കെട്ടൊക്കെ കളഞ്ഞിട്ട് തലയിൽ മുടിയിലൊക്കെ എവിടെയൊക്കെയാണോ കായുള്ളത് അവിടെയൊക്കെ തേച്ച് പിടിപ്പിച്ച് തരും. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ മുടിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ തോർത്തുമുണ്ട് മുക്കിയിട്ട് നമുക്കിങ്ങനെ ആവി പിടിക്കില്ലേ അതേപോലെ പിടിച്ച് തന്നിട്ട് നല്ല പല്ലകൾച്ചുള്ള ചീർപ്പുകൊണ്ട് എവിടേക്കാണോ കായുള്ളത് ആ മുടി നമ്മൾ കയറിങ്ങനെ പിടിക്കില്ലേ വടം വലിക്കണ പോലെ അതുപോലെ അത്ര ബലത്തിലല്ല അതുപോലെ ഇങ്ങനെ 2 സൈഡും പിടിച്ചിട്ട് ആ കായുള്ള ഭാഗത്ത് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ നല്ല പല്ലടുപ്പുള്ള ചീർപ്പുകൊണ്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായൊക്കെ ഇങ്ങനെ പോയി കിട്ടും. അപ്പോൾ മൈലാഞ്ചി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒരു എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈലാഞ്ചി ഞാൻ ഈ ഒരു വേനൽക്കാലത്ത് എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മൈലാഞ്ചി എനിക്ക് നല്ലോണം ഗുണം ചെയ്യുന്നൊരു സാധനമാണ്.
അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ ട്ടോ. നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ മുടിയിലാണെങ്കിലും അതെ, തലയുടെ ഓട്ടിലാണെങ്കിലും അതെ, നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കും യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നെറുകിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുത്തു. ഇനി നമ്മുടെ തലയുടെ ബാക്കിലും ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ആഴ്ചയിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം ട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് രാവിലെ ഉണ്ടാക്കി വെച്ച് വൈകുന്നേരം യൂസ് ചെയ്യാൻ പറ്റുമോ? തലേ ദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ തലേ ദിവസം നിങ്ങൾക്ക് മൈലാഞ്ചി മാത്രം തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഇതേപോലെ യൂസ് ചെയ്യാം. തലേ ദിവസം തിളപ്പിച്ച് വെക്കാം. പിറ്റത്തെ ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെമ്പരത്തി അതിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം നാശമാകുമോ എന്ന് എനിക്കൊരു പേടിയുള്ളതുകൊണ്ട് ചെമ്പരത്തി ഇടാൻ പറയണതില്ല. ചെമ്പരത്തി ഇടാൻ പറയണില്ല. മൈലാഞ്ചി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. തലേ ദിവസം തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യാം. രാവിലെ തിളപ്പിച്ച് വെക്കാം. ചെമ്പരത്തിയും മൈലാഞ്ചിയുടെ ഇലയും കൂടിയിട്ട് രാവിലെ തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് വൈകുന്നേരം തലയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീഴുന്നത് അത് സ്വാഭാവികമാണ്. ഞാൻ പൊതുവെ വർത്താനം പറയുമ്പോൾ നല്ലോണം വെള്ളി വീഴാറുണ്ട്. ഇപ്പോൾ അങ്ങനെ സ്പീഡിൽ വർത്താനം പറയുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ വരുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ നല്ലോണം എല്ലാ ഭാഗത്തും തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തു. ഇനി ഒരു 10, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റ ബൈ ബൈ സീ യു.